കേരളത്തിൽ സംഘപരിവാറിനായി സോഷ്യൽ മീഡിയയിലൂടെ വർഗീയ വിഷം ചീറ്റുന്ന വിഷപ്പാമ്പുകളെ ലോക് ഭവനിൽ വിളിച്ചു വരുത്തി ഗവർണർ ആദരിച്ചു. അതും സർക്കാർ ചെലവിൽ. നമ്മുടെ മാപ്രകൾ ആരെങ്കിലും ഉണർന്നോ? ഒന്ന് നോക്കിയേ, എവിടെയെങ്കിലും ചർച്ചയുണ്ടോ? സംഘപരിവാറിൻ്റെ വിദ്വേഷ പ്രചാരകരെ ഈ രീതിയിൽ ആദരിച്ചത് ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ നികുതിപ്പണം എടുത്താണ് എന്നുള്ള ആക്ഷേപങ്ങളോ ലൈവ് ടെലികാസ്റ്റുകളോ ഉണ്ടോ നോക്കിയേ. റിപ്പോർട്ടർ ചാനലിൽ ഒരു ചെറിയ വാർത്ത വന്നു, നോക്കിയേ. സംഘപരിവാറിന് വേണ്ടി സൈബർ പ്രചാരണം നടത്തുന്നവരെ സർക്കാർ ചെലവിൽ ആദരിച്ചു ഗവർണർ. ലോക് ഭവനിലെത്തിയ 9 പേരെ ഗവർണർ പൊന്നാട അണിയിച്ചാണ് സ്വീകരിച്ചത്. ലസിത പാലക്കൽ, ഷാബു പ്രസാദ്, അർജുൻ മാധവ് അടക്കമുള്ളവരെയാണ് ഗവർണർ ആദരിച്ചത്. വിദ്വേഷ പ്രചാരണത്തിന്റെ പേരിൽ ആരോപണങ്ങൾ നേരിടുന്നവരും കൂട്ടത്തിലുണ്ട്. ഗവർണറെ കാണാൻ സമയം ചോദിച്ചപ്പോൾ അനുമതി നൽകിയതാണെന്നാണ് ലോക് ഭവന്റെ വിശദീകരണം. റഹീസ് റഷീദാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി. റഹീസ്, ഇത്തരത്തിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് ആളുകൾക്ക് സമയം അനുവദിക്കുന്നതിൽ തെറ്റില്ല, പക്ഷെ അവരെ ആദരിക്കേണ്ടുന്ന സാഹചര്യം എന്തായിരുന്നു? മാത്രമല്ല, സൈബർ പ്രചാരണം നടത്തുന്നവർക്കാണ് ഇത്തരത്തിൽ സർക്കാർ ചെലവിലുള്ള ഒരു ആദരം ഒരുക്കിയത്. വിനീത, സംഘപരിവാറിന് വേണ്ടി സൈബർ സ്പേസിൽ ഇടപെടുന്ന 9 പേർക്കാണ് ലോക് ഭവനിൽ ഗവർണറുടെ വക ആദരം കഴിഞ്ഞ ദിവസം കൊടുത്തത്. അതിൽ പലതരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടൽ മാത്രമല്ല, വർഗീയമായ ഇടപെടലും സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും മറ്റും യൂട്യൂബിലും ഒക്കെ നടത്തുന്ന ആളുകളും ഗവർണറുടെ ആദരം ഏറ്റുവാങ്ങിയതിലുണ്ട്. 5 ദിവസം മുമ്പായിരുന്നു ലോക് ഭവനിൽ ചടങ്ങ് നടന്നത്. 9 സംഘപരിവാർ അനുകൂലികളായ ആളുകളാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത്. ലസിത പാലക്കൽ, ശ്രീല പിള്ള, ഒപ്പം ഷാബു പ്രസാദ്, മഹേന്ദ്രകുമാർ, അർജുൻ മാധവ്, ഫസൽ കാരാട്ട് എന്നൊക്കെ പേരുകളുള്ള സോഷ്യൽ മീഡിയയിൽ സജീവമായി BJPക്ക് വേണ്ടിയും സംഘപരിവാർ സംഘടനകൾക്ക് വേണ്ടിയും ഇടപെടുന്ന ആളുകളാണ്. ഇത്ര മാത്രമാണ് ആ വാർത്ത. ഇങ്ങനെയാണോ ഈ വാർത്ത ചർച്ച ചെയ്യപ്പെടേണ്ടത്? കേരളത്തിന്റെ നികുതിപ്പണമെടുത്ത് ഒരു ഗവർണർ ഇമാതിരി ഒരു തോന്നിവാസം കാട്ടുമ്പോൾ നമ്മുടെ മാധ്യമങ്ങളെല്ലാം മുട്ടിലെഴയുകയാണ്. ആത്മരോഷം പോലും ഇല്ല. പ്രത്യേകിച്ച് സംഘപരിവാറിനെതിരെ ശക്തമായ പ്രതിരോധം തീർക്കുന്ന മീഡിയ വൺ ചാനൽ എടുത്ത് നിങ്ങളൊന്ന് പരിശോധിക്കണം. മീഡിയ വൺ ചാനൽ ഈ വിഷയത്തിൽ എത്ര ആവേശത്തോടു കൂടി വാർത്ത കൊടുക്കുന്നുണ്ടെന്നൊന്ന് പരിശോധിച്ചേ. എന്തേ സുഡു ചാനലിന് സംഘപരിവാറിന്റെ ഈ വിദ്വേഷ പ്രചാരകരെ ആദരിച്ചത് വലിയ വാർത്താ വിസ്ഫോടനമല്ലേ? ഒന്നുമില്ലെങ്കിലും ജമാഅത്ത് ഇസ്ലാമി ചാനലായിട്ടുള്ള മീഡിയ വണ്ണും അതിനുള്ളിലെ ദാവൂദും സതീശനും ലീഗും ചേർന്നാണ് ഈ നാട്ടിൽ RSSനെ പ്രതിരോധിക്കുന്നു എന്നാണ് സ്വയം അവകാശപ്പെടുന്നത്. എന്നിട്ടെന്തേ ഇതിനെ വാർത്തയാക്കി ചർച്ചയാക്കി കൊണ്ടുപോകാൻ പറ്റുന്നില്ല? അപ്പോൾ സംഘപരിവാറിന്റെ മുന്നിൽ മുട്ടിലെഴയുന്നുണ്ട്. ഇത് മീഡിയ വൺ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ ചാനലും എടുത്ത് പരിശോധിക്കൂ. ഇതുപോലെ എന്തെങ്കിലും ഒരു ആദരം ഇടതുപക്ഷത്തിന്റെ ആരെങ്കിലും കൊടുക്കണമായിരുന്നു. അപ്പോൾ കാണാമായിരുന്നു കുരുപൊട്ടൽ. നികുതിപ്പണ വേതനക്കാരെല്ലാം മിണ്ടാതിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ മൗനം കൂടി ഒന്ന് ശ്രദ്ധിച്ചോളണം. കാര്യം അവർക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും അഭിപ്രായം പറയാൻ ഒരു താല്പര്യമില്ല. കാര്യം കോൺഗ്രസ്സുകാരെയും ഇടയ്ക്കിടയ്ക്ക് ഇവർ വാഴ്ത്തിപ്പാടുന്നുണ്ട്. ആദരിച്ച ലസിത പാലക്കൽ തന്നെ വടകര തെരഞ്ഞെടുപ്പ് സമയത്ത് ഷാഫിയോടൊപ്പമുള്ള സെൽഫി എടുത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വ്യക്തിയാണ്. അതുപോലെ 9 പേരെ സർക്കാരിന്റെ നികുതിപ്പണത്തിൽ ആദരിക്കുമ്പോൾ ഈ നാട്ടിൽ ഗവർണറിന്റെ ഈ പ്രവൃത്തിക്കെതിരെ വികാരമുണ്ടാകാത്ത ഇടത്ത് ഈ നാട് തിരിച്ചറിയേണ്ടതുണ്ട്. ഇതിനെതിരെ സംസാരിക്കാൻ ഏത് ശബ്ദമുണ്ട്? ഏത് ആശയം പറയുന്നവർ ഇതിനെ ഉയർത്തിക്കാട്ടി ഇതിനെതിരെ ശബ്ദമുയർത്തുന്നുണ്ട്? അവിടങ്ങളിലൊന്നും കോൺഗ്രസ്സുകാരില്ല, അവിടങ്ങളിലൊന്നും സുഡാപ്പികളില്ല, മൗദൂദികളില്ല, എന്തിനേറെ പറയുന്നു ലീഗന്മാർ പോലുമില്ല. ആ ഒരു യാഥാർത്ഥ്യം ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ സംഘപരിവാറുകാർ അവരുടെ കേന്ദ്രങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം അത് ഗവർണറല്ലേ, അത് ചെയ്യാന്നേ, അത് പിണറായി ചെയ്താലേ വലിയ പ്രശ്നമായിട്ട് മാറത്തുള്ളൂ. എന്നാൽ മാത്രമേ സംഘികളെപ്പോലെ തന്നെ സംഘികളോടൊപ്പം ഞങ്ങളുടെ വികാരമുണരത്തുള്ളൂ. ഈ ഒരു ഒത്തുകളിയാണ് ഈ കാലഘട്ടത്തിൽ നാട് തിരിച്ചറിയേണ്ടത്. വർഗീയ വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് ഗവർണർ തന്നെ വിളിച്ച് പ്രത്യേക ആദരം കൊടുക്കുമ്പോൾ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്തിരിക്കുന്ന സംഘപരിവാർ മനസ്സുകാരന്മാർക്കെല്ലാം അത് ഒരു സർവ്വസാധാരണമായി മാറുന്നതെന്ന് പറഞ്ഞാൽ അവിടെയാണ് ഇവരുടെയൊക്കെ ഉള്ളിലിരിപ്പ് നാട് തിരിച്ചറിയേണ്ടത്.